ഭഗവാനിൽ നിന്ന് മനസ്സ് എപ്പോഴെല്ലാം അകന്നു പോകുന്നുവോ അപ്പോഴെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിൽ ഭഗവാൻ വീണ്ടും നമ്മോട് അടുക്കും. ഇടയ്ക്കെപ്പോഴെങ്കിലും മനസ്സ് മറ്റുള്ള മായകളിലേക്ക് തിരിയും. ആ സമയത്തെല്ലാം ഏതെങ്കിലും വിധത്തിൽ ഭഗവാൻ വീണ്ടും നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരികെ കൊണ്ടെത്തിക്കും. കാരണം ഭക്തൻ ഭഗവാനെ മറന്നാലും ഭഗവാൻ ഭക്തനെ കൈവിടില്ല. തന്റെ ഭക്തൻ നശിക്കുന്നത് ഭഗവാനെ കണ്ടിരിക്കാനും ആവില്ല. ഇടയ്ക്കെല്ലാം ഭഗവാൻ നമ്മോട് മുഖം തിരിക്കും. അന്നോളം അനുഭവിച്ച ഭഗവാന്റെ സാന്നിധ്യം, ആ ആനന്ദം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ വല്ലാതെ സങ്കടത്തിലാവും. ഒപ്പം അസ്വസ്ഥതയും തോന്നും. എന്തേ ഭഗവാൻ അകന്നു നിൽക്കുന്നു എന്ന് ചിന്തിച്ച് കൂടുതൽ നാമം ജപിക്കും, കൂടുതൽ ഭഗവാനെ വിളിക്കും, കൂടുതൽ ഭഗവാനെ പറ്റി ചിന്തിക്കും. വാസ്തവത്തിൽ അതാണ് ഭഗവാനും ആവശ്യം. ഇടയ്ക്കെല്ലാം നമ്മോട് അകന്നു നിന്നിട്ട് ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ കൂടുതൽ അടുപ്പിക്കുന്നതാണ് കേട്ടോ ഭഗവാൻ. അത്തരത്തിൽ സംഭവിക്കുമ്പോൾ നാം ആദ്യത്തേതിലും കൂടുതൽ ഭഗവാനെ വിളിക്കും, ഓർക്കും, പ്രാർത്ഥിക്കും. ഭഗവാൻ ഒരിക്കലും ഭക്തനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഭഗവാന്റെ ഭക്തന് ഒരിക്കലും നാശവും സംഭവിക്കില്ല. കാരണം ഭഗവാൻ തന്റെ കരങ്ങൾക്കുള്ളിൽ ഭക്തനെ സുരക്ഷിതനായി വെച്ചിരിക്കുന്നു. അപ്പോൾ നിരന്തരമായ ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് മാത്രം മോക്ഷം പ്രാപ്തമാകുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ മാത്രം അഭയം പ്രാപിക്കുക. കാരണം അതിനോളം സുരക്ഷിതവും ശാശ്വതവുമായ മറ്റൊന്നില്ല.